സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാൻ കുടുംബവുമായും അഭിഭാഷകരുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും നടപടികൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാമെന്നും സുഹൈൽ ഇജാസ് ഖാൻ പറഞ്ഞു. വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നും. ജലീൽ, ഈ പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ ഈ വേണ്ടപ്പെട്ടവർക്ക് നൽകിയതാണ്. ഈ ബ്ലഡ് മണി നൽകാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതുമാണ് ഇപ്പോഴും. പക്ഷേ അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നതിന് കാരണം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? പ്രവിത, ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാൻ ഇന്ത്യൻ അംബാസിഡർക്ക് പുറമെ റിയാദിലുള്ള നിയമ സഹായ സമിതിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് തന്നിട്ടുണ്ട്. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിയാദിലെ നിയമ സഹായ സമിതിയും ബന്ധപ്പെട്ടവരും അറിയിക്കുന്നത്. മലയാളികൾ സ്വരൂപിച്ച 15 മില്യൺ റിയാലിന്റെ, അതായത് 34 കോടിയോളം രൂപയുടെ ചെക്ക് കഴിഞ്ഞ ജൂൺ ആദ്യത്തിൽ ഇന്ത്യൻ എംബസി ഗവർണറേറ്റിന് കൈമാറിയിരുന്നു. ജൂലൈ ആദ്യത്തിൽ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ 1.5 മാസമായിട്ടും അബ്ദുൾ റഹീം ജയിൽ മോചിതനായിട്ടില്ല. ഗവർണറേറ്റിലും കോടതിയിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് അബ്ദുൾ റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തൂവൂര് ഇന്ന് അറിയിച്ച്, സിദ്ദീഖും എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരിയും ഇന്നും റിയാദിലുള്ള ഗവർണറേറ്റിൽ പോയിരുന്നു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ഇവർ സംസാരിച്ചു. ഗവർണറേറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായതായും ഫയൽ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുമാണ് സമിതി അറിയിക്കുന്നത്. ഞായറാഴ്ചയോടെ ഈ ഫയൽ പബ്ലിക് പ്രോസിക്യൂഷനിലെത്തും. ശേഷം ഫയൽ കോടതിയിലേക്ക് അയക്കും. കോടതി ജയിൽ മോചന ഉത്തരവ് അതിനുശേഷം പുറപ്പെടുവിക്കും. ഈ ഉത്തരവ് ഗവർണറേറ്റിലേക്കും അതോടൊപ്പം തന്നെ ജയിലിലേക്കും മറ്റും അയക്കും. ശേഷമാകും അബ്ദുൾ റഹീമിന്റെ മോചനം ഉണ്ടാകുക. വധശിക്ഷ റദ്ദാക്കിയ ശേഷം 13 തവണ ഗവർണറേറ്റിൽ സന്ദർശനം നടത്തിയതായും സമിതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിലെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാൻ ഇത് സംബന്ധമായി ഇന്ന് ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു. ഈ കേസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അംബാസിഡർ പറഞ്ഞു. കോടതി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായും കോടതിയുടെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി നടത്തിയത്.